സുഹൃത്തുക്കളെ, ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ എങ്ങനെയാണ് കേട്ടോ, ആണുങ്ങളെ സ്ട്രോ സൈസിനെ കുറിച്ചിട്ടാണ് വീഡിയോ. ആ വീഡിയോ കണ്ടോക്കൂ തന്നെ. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, വസന്തങ്ങള് അമ്മാവന്മാര് കാണരുത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, വസന്ത അമ്മാവന്മാരൊന്നും വീഡിയോ കാണരുത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രണയത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് പ്രണയമൊന്നുമില്ല, എല്ലാം കളിക്ക് വേണ്ടിയിട്ടാണ്. ആണായാലും പെണ്ണായാലും കളിക്ക് വേണ്ടിയിട്ടാണ്. ആമ്പിള്ളേര് നോക്കുന്നത് സൗന്ദര്യം, സ്ട്രക്ചർ. പെമ്പിള്ളേരാണെങ്കിൽ ഒന്നെങ്കിൽ ആമ്പിള്ളേരെ, ഒന്നെങ്കിൽ സ്ട്രോ സൈസ്. ഫസ്റ്റിലെ കാണത്തില്ല, എന്നാലും കുറച്ചേപ്പോ സ്ട്രോ സൈസ് ചെറുതാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പൈസ. മനസ്സിലായ സുഹൃത്തുക്കളെ, ഈ പെൺകുട്ടികള് ആണുങ്ങളെ പ്രണയിക്കുന്നത് ആണുങ്ങളുടെ സ്ട്രോ സൈസ് നോക്കിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അന്ന് ഞാൻ അത് പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. സ്ട്രോ സൈസ് എന്ന ഉദ്ദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ചുക്കാമണി. നമ്മുടെ നാട്ടിൽ അങ്ങനെ പെനിസ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയും. പെനിസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന സംഗതിയാണത്. അത് നോക്കിയിട്ടാണ് അത്ര പുതിയ കാലത്ത് പെൺകുട്ടികൾ പ്രണയിക്കാൻ ഇറങ്ങുന്നത്. അതിന് വലിപ്പമില്ലെങ്കിൽ അവർ പറഞ്ഞു വയ്ക്കും, അതിന് നല്ല വലിപ്പം ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ ഒപ്പം ചേർക്കും എന്നാണ് ഈ പുതിയ കാലഘട്ടത്തിലെ ന്യൂജൻ പെൺകുട്ടിയുടെ അഭിപ്രായം. അത് എപ്പോഴാണ് ഇവരന്മാർ നോക്കുന്നത്? തുടക്കത്തിൽ നോക്കില്ല, അത്ര കുറച്ചിന് കഴിഞ്ഞാൽ അവർ പരിശോധിച്ച് നോക്കും വലിപ്പം ഉണ്ടോ ഇല്ലയോ എന്ന്. ആ പരിശോധനയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആണിനെ പ്രണയം വേണ്ട എന്ന് പറഞ്ഞു നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ പ്രണയം നിരസിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, ആൺകുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സ്ട്രോ സൈസ് ഇല്ല. സ്ട്രോ സൈസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒഴിവാക്കുന്നത്. ഇനി അതുകൂടി പോരാ, നിങ്ങളുടെ ബട്ടക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തി, അത് നല്ല കട്ടി വേണം. ഈ തളവള കിടക്കുന്ന ബട്ടക്സ് എന്നുകൊണ്ട് നിങ്ങൾ പ്രണയിക്കാൻ ഇറങ്ങരുത്. അത് പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇതാ നോക്കൂ, ഞാൻ പറയുന്നത് വെറുതെ അല്ലോ. ഒരു പെൺകുട്ടി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എവിടെ എവിടെ കണ്ടോക്ക്. ജിമ്മന്മാരായിട്ടുള്ള ബോയ്സിനാണോ ഇഷ്ടം, അതോ കുടവേറുള്ള ബോയ്സിനാണോ? ജിമ്മ് ബോഡി ഭയങ്കര സെക്സി ലുക്കാവും, പിടിക്കാനൊക്കെ തോന്നും. എങ്ങനെയുണ്ട്? അവര് ബോഡി ഭയങ്കര സെക്സി ലുക്കാണ്, ഇവർക്ക് കണ്ട അപ്പ പിടിക്കാൻ തോന്നും. ഞാൻ പറയുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊരാണാണ് പറഞ്ഞെന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഇതൊരു ആൺകുട്ടിയാണ് പറഞ്ഞെന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ? ഞങ്ങൾക്ക് പെൺകുട്ടികളെ കണ്ടാൽ പിടിക്കാൻ തോന്നുന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ആണൊരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കുടുങ്ങില്ലേ? ആണുങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? ഒരു വിലയില്ലേ ഇവിടുത്തെ ആണുങ്ങൾക്ക്? ആരാണ് ആണുങ്ങളുടെയൊക്കെ കാര്യം നോക്കാനുള്ളത്? ഇവർ പച്ചയ്ക്ക് പറയുന്ന കണ്ടില്ലേ നിങ്ങൾ? പ്രതികരിക്കണ്ടേ ആണുങ്ങൾ? പ്രതികരിക്കണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. നോക്കി ബാക്ക് നല്ല സൂപ്പറാണ്, നല്ല സൈസ് ഒക്കെ ഉള്ളതാണ്. ജിമ്മിന് പോകുന്നോണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ പിടിക്കാനൊക്കെ തോന്നും. കൊടകര ചന്തി അത്ര ഇതൊന്നും ആയിരിക്കത്തില്ല, പിന്നെ ബോഡി ഒന്നും അത്ര സുഖമൊന്നും കാണത്തില്ല, അപ്പൊ നമുക്ക് പിടിക്കാനൊന്നും തോന്നത്തില്ല. നമുക്കൊരു അട്രാക്ട് തോന്നി ജിമ്മന്മാരെടുത്താ ഒരു ഷർട്ടൊക്കെ ഇടുവാണെങ്കിൽ ഒരു ഫിറ്റ് ആയിട്ടൊക്കെ ഇരിക്കാം, നമുക്ക് ജെന്റിൽമാൻ ലുക്ക് കിട്ടും. ഇത് ഈ പെൺകുട്ടിയുടെ മാത്രം അല്ലെങ്കിൽ ഈ 3 നരുന്തുകളുടെ മാത്രം അഭിപ്രായമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. പറയുന്നത് ഇതാണത്ര പൊതുവെ എല്ലാവരുടെ അഭിപ്രായം. ന്യൂജൻ അവരൊക്കെ അഭിപ്രായം ഇതാണ്. അതിലൊരാൾ എഴുതി വെച്ചിരിക്കുന്നു, മണ്ണിരെ പോലെ ഇരിക്കുന്ന പിള്ളേർ ഇത് എന്ത് അണ്ടി. അങ്ങനെ പറയാൻ പാടില്ല. ബാക്കി നമുക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു ഇഷ്ടം തോന്നും അവരോട്. ജോലിയിലെ കാണുമ്പോൾ ഭയങ്കര പിന്നെ വെയിൻസ് ഒക്കെ സീനാണ്. കാരണം അവർക്ക് നല്ല സൈസ് ആയിരിക്കും, എല്ലാത്തിനും നല്ല സൂപ്പർ ബോഡി. എന്തുവാടാ പറഞ്ഞേ? എന്താ പെൺകുട്ടി പറഞ്ഞേ? അവർക്ക് എല്ലാറ്റിനും ഭയങ്കര ഇതായിരിക്കും. ഇത് കേട്ടുകൊണ്ട് ഇനി നാളെ തന്നെ എല്ലാവരും ജിമ്മിന് ജോയിൻ ചെയ്യും. ഏറി വന്ന 2 ദിവസം 3-ാമത്തെ ദിവസം ജിമ്മ് എടുത്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. എന്തായാലും ബോഡിക്ക് ഒരു സ്ട്രക്ചർ ആയിരിക്കും അവർക്ക്. അപ്പൊ ഇനി ആ പറയുന്നത് ഈ 3 പെൺകുട്ടികളെയും രക്ഷിതാക്കളെയും പെൺകുട്ടികളെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ 3 പെൺകുട്ടികളെ രക്ഷിതാക്കള് ഈ പെൺകുട്ടികൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, എന്റെ വിനീതമായ അഭിപ്രായം, പെൺകുട്ടികൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ അവരെ കെട്ടിച്ചു കൊടുക്കുന്നുള്ള തോന്നലൊക്കെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നല്ല സ്ട്രോ സൈസ് ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. 2, ജിമ്മിന് പോകുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. മാന്യമാരിക്ക് പോറ്റാനുള്ള ജോലി ഉണ്ടെന്ന് മറ്റൊന്ന് അന്വേഷിച്ചാൽ പോരട്ടെ. ജിമ്മിന് പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ജിമ്മിന് പോയാൽ മാത്രം പോരാ, ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പിടിക്കാൻ തോന്നുന്ന രീതിയിലൊക്കെ ബട്ടക്സ് ഉണ്ടോ, ചന്തി, അതുണ്ടോ എന്ന് അന്വേഷിക്കണം. പിന്നെ ബാക്കി എല്ലാതും അങ്ങനെ അവർക്ക് പിടിക്കാൻ തോന്നുന്ന രീതിയിൽ എല്ലാതും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇവർ പ്രണയിക്കുള്ളൂ. ഇതാണ് പുതിയ കാലഘട്ടത്തിലെ സങ്കല്പങ്ങൾ. കൊടവയറും ചാടിച്ചിട്ട് നിങ്ങൾ പെണ്ണ് കാണാൻ പോകരുത്. ആണുങ്ങളെ സൂക്ഷിച്ചോളി.
കുടവേറും ചാടിച്ചിട്ട് നിങ്ങൾ ആ പെണ്ണ് കാണാൻ പോകരുത്. നിങ്ങൾ അപമാനിക്കപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കയറി വരുമ്പോൾ കുടവറുണ്ടോ നോക്കും. പിന്നെ ഒന്നും നോക്കില്ല. പിന്നെ നടന്നു പോകുമ്പോൾ പിന്നെ നോക്കണ്ടല്ലോ, മൊത്തം ചാടി ഉണ്ടാവില്ലേ. ലോകം പോണ പോക്ക് ആലോചിച്ച് നോക്കി അല്ലേ? അത് ഭീകരം. കിളി പോയി സുഹൃത്ത്.